ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസായിട്ടുള്ള റെട്ടത്തല എന്ന തമിഴ് മൂവിയാണ്. കാമുകയുടെ വാക്ക് കേട്ട് ഒരുത്തനെ കൊന്ന് മുതലയാൾക്ക് ഇട്ടുകൊടുക്കുന്ന നായകൻ. എന്തിനു വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്നും ആ സംഭവം അവളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നും അറിയാൻ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ രണ്ട് ഗുണ്ടകൾ മാഹിയിലുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് കാളി എന്ന നമ്മുടെ നായകനെ അന്വേഷിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. ഫോട്ടോ കാണിച്ച് ആ ഗുണ്ടകൾ കാളിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഹോട്ടൽ ഉടമ പേടിച്ച് സത്യങ്ങളൊക്കെ പറയുന്നു. ഇതേ സമയം തന്നെ ആ ഹോട്ടലിലെ ഒരു സ്റ്റാഫായ ലിജോ ഗുണ്ടകൾ കാണാതെ അവർ അന്വേഷിച്ചു വന്ന കാര്യം കാളിയെ കോൾ ചെയ്ത് പറയുന്നു. ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് ലിജോ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കാളി കോള് കട്ട് ചെയ്യുന്നു. കാളിയുടെ വാക്കുകളിൽ കൂടി തന്നെ അവന്റെ കഴിഞ്ഞ കാലം നമുക്ക് കാണിച്ചു തരുന്നു. പോണ്ടിച്ചേരിയിലെ ഒരു തെരുവിലാണ് കാളി ജനിച്ചു വളർന്നത്. ഒരു അനാഥനായ കാളിക്ക് അവിടെ ആകെയുള്ള കൂട്ട് അതേ തെരുവിലുള്ള ആന്ത്രി എന്നൊരു പെൺകുട്ടിയായിരുന്നു. കാലങ്ങൾ കഴിയവേ കാളിയും ആന്ത്രിയും തമ്മിലുള്ള സൗഹൃദം പതിയെ പ്രണയമായി മാറുന്നു. ദാരിദ്ര്യത്തിനിടയിലും പരസ്പരമുള്ള സ്നേഹത്തിൽ അവരിരുവരും സന്തോഷം കണ്ടെത്തുന്നു. ഇടയ്ക്കെപ്പോഴോ കാളിക്ക് പോണ്ടിച്ചേരി വിട്ട് ദൂരേക്ക് പോകേണ്ടി വരുന്നു. ഈ സമയം ആന്ത്രിയാകട്ടെ പോണ്ടിച്ചേരിയിലെ ഒരു റെസ്റ്റോറന്റിൽ ഒരു വെയിട്രസ് ആയി ജോലി ചെയ്യുന്നു. നാട് വിട്ട കാളി 5 വർഷത്തിന് ശേഷമാണ് പിന്നീട് പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചു വരുന്നത്. ആന്ത്രിയെ തേടി റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴിയാണ് കാളിക്ക് പെട്ടെന്ന് തലയിൽ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നത്. അപ്പോഴാണ് ഇതൊരുതരം ഹെഡ് ട്രോമയാണെന്നും ദിവസം മെഡിസിൻ കഴിക്കണമെന്നും മുൻപ് ഡോക്ടർ പറഞ്ഞത് കാളിക്ക് ഓർമ്മ വരുന്നത്. അടുത്തുണ്ടായിരുന്ന ഒരു ലേഡിയോട് വെള്ളം വാങ്ങി ആ ടാബ്ലറ്റ് കഴിച്ച ശേഷമാണ് കാളി അല്പം ഓക്കെ ആവുന്നത്. അതിനുശേഷം കാളി നേരെ ആന്ത്രിയുടെ അടുത്തേക്കാണ് പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം കാളിയെ കണ്ടതിൽ ആന്ത്രിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നീ ഇത്രയും നാൾ എവിടെയായിരുന്നെന്ന് ആന്ത്രി ചോദിക്കുമ്പോൾ കാളി അതിന് മറുപടിയൊന്നും പറയുന്നില്ല. സംസാരത്തിനിടയിലാണ് അടുത്ത മാസം താൻ ഫ്രാൻസിലേക്ക് പോവുകയാണെന്ന് ആന്ത്രി അവനോട് പറയുന്നത്. ഇത് കേട്ടതും നിനക്ക് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിച്ചൂടെ എന്ന് കാളി അവളോട് ചോദിക്കുന്നു. പക്ഷെ ജീവിക്കാൻ പണം ആവശ്യമാണെന്നും നിന്റെ അടുത്തും എന്റെ അടുത്തും അതില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നും ആന്ത്രി മറുപടി പറയുന്നു. മാത്രമല്ല ക്ലിയോപാട്രയെ പോലെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ ഒരു ജീവിതം എനിക്ക് തരാൻ നിനക്ക് സാധിക്കുമോ എന്നും ആന്ത്രി ചോദിക്കുമ്പോൾ മറുപടിയൊന്നും പറയാതെ കാളി അവിടെ നിന്ന് നടന്നു പോകുന്നു. അസ്വസ്ഥമായ മനസ്സോടെ റോഡിലൂടെ അലസമായിട്ട് നടക്കുമ്പോഴാണ് ഒരു വണ്ടി കാളിയെ ഇടിച്ചിട്ട് പോകുന്നത്. കാളിയെ ഇടിച്ചിട്ട വണ്ടി അല്പം മുന്നോട്ട് പോയ ശേഷം പെട്ടെന്ന് നിർത്തുകയും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി കാളിയുടെ അരികിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷെ തന്റെ അടുത്തേക്ക് വരുന്നയാളുടെ മുഖം കണ്ടതും കാളിയാകെ ഷോക്കാവുന്നു. കാരണം കാഴ്ചയിൽ അയാളെയും കാളിയെയും കാണാൻ ഒരുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അയാളാകട്ടെ അല്പനേരം കാളിയെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം തന്റെ കൂടെ വരാൻ പറഞ്ഞ് കാളിയേയും കാറിൽ കയറ്റുന്നു. മുന്നോട്ടുള്ള യാത്രക്കിടെ അയാൾ സ്വയം കാളിക്ക് പരിചയപ്പെടുത്തുന്നു. തന്റെ പേരും അൽപേ ഉപേന്ദ്ര എന്നാണെന്നും ഇവിടേക്ക് 14 ദിവസം വെക്കേഷൻ ആഘോഷിക്കാൻ വന്നതാണെന്നും ഉപേന്ദ്ര കാളിയോട് പറയുന്നു. തിരികെ കാളിയെ പരിചയപ്പെട്ട ശേഷം ഉപേന്ദ്ര കാളിയെ നിർബന്ധിച്ച് അവനെ ഗസ്റ്റ് ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സംസാരത്തിനിടയിലാണ് വെറും 14 ദിവസം താമസിക്കാനായി ഈ ഗസ്റ്റ് ഹൌസ് ഉപേന്ദ്ര സ്വന്തമായി വാങ്ങിച്ചുവെന്ന് കാളിക്ക് മനസ്സിലാകുന്നത്. ശേഷം വെറും ഒരു കൗതുകത്തിന്റെ പേരിൽ ഉപേന്ദ്ര കാളിയെ തന്നെ പോലെ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നു. മാത്രമല്ല പണം ഇല്ലാത്തതിന് പേരിൽ കാളിയുടെ കാമുകി അവനെ വേണ്ടെന്ന് പറഞ്ഞ് അറിയുമ്പോൾ ഉപേന്ദ്ര സ്വന്തം വാലറ്റും കാർക്കിയും കാളിയെ ഏൽപ്പിച്ച ശേഷം കാമുകിയെ മീറ്റ് ചെയ്യാൻ പറഞ്ഞയക്കുന്നു. മാത്രമല്ല ഇന്നത്തെ ദിവസം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആർഭാടമായി ജീവിക്കാൻ പറഞ്ഞാണ് ഉപേന്ദ്ര കാളിയെ പറഞ്ഞു വിടുന്നത്. ശേഷം ഉപേന്ദ്രയുടെ കാറുമായി കാളി ആന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു. കാളിയുടെ വസ്ത്രവും കാറും ഒക്കെ കണ്ട് ആന്ത്രിയാകെ ഷോക്കാവുന്നു. ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ആന്ത്രി ചോദിക്കുന്നെങ്കിലും മറുപടിയൊന്നും പറയാതെ കാളി അവളെ ഒരു ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് കാളിയുടെ അതേ റൂമിലുള്ള ഉപേന്ദ്രയെ കാണുമ്പോഴാണ് ആന്ത്രിക്ക് സത്യങ്ങൾ മനസ്സിലാവുന്നത്. അല്പം മുൻപ് വരെ ഇതെല്ലാം കാളിയുടേതാണെന്ന് കരുതി സന്തോഷിച്ച ആന്ത്രിക്ക് പെട്ടെന്ന് അതെല്ലാം മറ്റൊരാളുടേതാണെന്ന് അറിയുമ്പോൾ ആകെ നിരാശ തോന്നുന്നു. അല്പസമയത്തേക്കെങ്കിലും താൻ ആസ്വദിച്ച ആഡംബരങ്ങൾ എന്നേക്കുമായി സ്വന്തമാക്കണമെന്ന് ആന്ത്രി തീരുമാനിക്കുന്നു. നിനക്കെന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉപേന്ദ്രയെ കൊലപ്പെടുത്തണമെന്നും ശേഷം ഈ സ്വത്തുക്കൾ സ്വന്തമാക്കണമെന്നും ആന്ത്രി കാളിയോട് പറയുന്നു. ആദ്യമൊന്നും അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും ഒടുവിൽ ആന്ത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി കാളിയും അതിന് സമ്മതിക്കുന്നു. ശേഷം ഉപേന്ദ്രയുടെ കാലിലുണ്ടായിരുന്ന പിസ്റ്റൾ ആന്ത്രി തന്നെ കാളിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. അല്പം അകലെയായി കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഉപേന്ദ്രയുടെ നേരെ കാളി തോക്കി ഉണ്ടുമ്പോൾ ആദ്യം ഒന്ന് ഷോക്കാവുന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ അത് തട്ടിമാറ്റി ഉപേന്ദ്ര അവനെ ആക്രമിക്കുന്നു. അല്പസമയത്തെ പോരാട്ടത്തിനൊടുവിൽ കാളി തോക്കെടുത്ത് കൃത്യം ഉപേന്ദ്രയുടെ തലയ്ക്ക് തന്നെ വെടിവെക്കുന്നു. ശേഷം ആ ഡെഡ് ബോഡി നിലത്തോട് വലിച്ച് കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഉപേന്ദ്രയുടെ പ്രോസ്റ്റേറ്റ് ലെഗ് ഊരി വരുന്നത്.
ഉപേന്ദ്രയ്ക്ക് പകുതി കാലില്ലെന്ന് മനസ്സിലായതും ഉപേന്ദ്രയായിട്ടുള്ള തന്റെ വേഷം കെട്ടൽ അല്പം പ്രയാസമാവുമെന്ന് കാളിക്ക് മനസ്സിലാകുന്നു. ശേഷം കാളിയും ആന്ധ്രയും കൂടെ ഉപേന്ദ്രയുടെ ഡെഡ് ബോഡിയും കൊണ്ട് അടുത്തുള്ള ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകുന്നു. ഉപേന്ദ്രയുടെ ഡെഡ് ബോഡി മുതലാളിക്ക് ഇട്ട് കൊടുത്ത ശേഷം പ്രോസ്റ്റേറ്റിക് ലെഗും അവിടെ വെച്ച് തന്നെ തീയിട്ട് നശിപ്പിക്കുന്നു. ആരും ഒന്നും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കാളിയും ആന്ധ്രയും കൂടെ ഉപേന്ദ്രയുടെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ഉറക്കം ഉണരുമ്പോഴേക്കും പുറത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് കണ്ട് കാളി ഒന്ന് ഷോക്കാവുന്നു. എങ്കിലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കാളി നിന്ന് കഥവ് തുറക്കുന്നു. തന്റെ പേര് ദുരവ്യോ എന്നാണെന്നും ഉരുളമ്പട്ട സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആണെന്നും പറഞ്ഞ് ആ പോലീസ് ഓഫീസർ കാളിയോട് പരിചയപ്പെടുത്തുന്നു. ഇത് കേട്ടതും ഉള്ളിലെ പേടി മറച്ചുവെച്ച് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് കാളി ചോദിക്കുമ്പോൾ സാർ ഇതുവരെ ഒപ്പിടാ സ്റ്റേഷനിലേക്ക് വരാത്തതുകൊണ്ട് അന്വേഷിച്ചു വന്നതാണെന്ന് ദുരവ്യം മറുപടി പറയുന്നു. കാര്യം എന്തെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എന്തിനാണ് ഒപ്പിടാൻ വരേണ്ടതെന്ന് കാളി ഇൻസ്പെക്ടറിനോട് തിരക്കുന്നു. പക്ഷെ മുന്നിലിരിക്കുന്നത് കാളിയാണെന്ന് അറിയാത്തതുകൊണ്ട് ഇവൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന മട്ടിൽ ആ പോലീസുകാർ പരസ്പരം ഒന്ന് നോക്കുന്നു. സാർ ഒരു മർഡർ കേസിൽ ജയിലിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ 14 ദിവസത്തെ പരോളിന് പുറത്തിറങ്ങിയതല്ലേ, അപ്പൊ ദിവസം അടുത്തുള്ള സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണോന്ന് അറിഞ്ഞൂടെ എന്ന് ദുരവ്യം കാളിയോട് ചോദിക്കുന്നു. ഇത് കേട്ടതും കാളിയാകെ ഷോക്കാകുന്നെങ്കിലും അവനത് പുറമേ കാണിക്കുന്നില്ല. പോലീസ് ഓഫീസർ പോയതിനു ശേഷം ഉപേന്ദ്രയുടെ സിഗ്നേച്ചർ എങ്ങനെയാണെന്ന് നോക്കി അതുപോലെ സൈൻ ചെയ്യാൻ കാളി ശ്രമിക്കുന്നു. ഒരുവിധം പെർഫെക്റ്റായി സൈൻ ചെയ്യുമ്പോഴാണ് താൻ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന കാര്യം കാളിക്ക് ഓർമ്മ വരുന്നത്. നെക്സ്റ്റ് സീനിൽ കാളിയും ആന്ധ്രയും കൂടെ ഉള്ളംപെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. വലതു കൈകൊണ്ട് സൈൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ ആ കയ്യിൽ ഒടിവ് പറ്റിയ രീതിയിൽ ഫേക്കായ വെച്ചുകെട്ടലും കൊണ്ടാണ് കാളി സ്റ്റേഷനിലേക്ക് വരുന്നത്. കൈക്ക് എന്ത് പറ്റിയെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയ വഴി വീണതാണെന്ന് ആന്ധ്രയാണ് മറുപടി പറയുന്നത്. ശേഷം വലതു കൈക്ക് വയ്യാത്തതുകൊണ്ട് ഇടത് കൈകൊണ്ട് സൈൻ ചെയ്യാൻ ഇൻസ്പെക്ടർ കാളിയെ അനുവദിക്കുന്നു. അങ്ങനെ ഒരുവിധം ആ പ്രശ്നം പരിഹരിച്ച് പുറത്തിറങ്ങിയ ശേഷം പണം ഉപയോഗിച്ച് ഉപേന്ദ്രയുടെ കേസ് ഫയൽ കാളി സംഘടിപ്പിക്കുന്നു. ആ കേസ് ഫയൽസ് പരിശോധിക്കുമ്പോഴാണ് ഒറ്റ ദിവസത്തെ കാഴ്ചയ്ക്കപ്പുറമുള്ള ഉപേന്ദ്രയുടെ രഹസ്യങ്ങളെക്കുറിച്ച് കാളിക്ക് മനസ്സിലാവുന്നത്. പിന്നീട് 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. ഗോവൻ സംസ്ഥാനത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു ജഗന്നാഥ റെഡ്ഡി. വെപ്പൺ ഡീലിംഗും ഡ്രഗ് മാഫിയും മണി ലോണ്ടറിംഗ് തുടങ്ങി ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകൾ ഉണ്ടെങ്കിലും പുറം ലോകത്തെ സംബന്ധിച്ചിടത്തോളം റെഡ്ഡി ഒരു എക്സ് റെയിൽവേ മിനിസ്റ്റർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൻ തേജ റെഡ്ഡിയും തേജയുടെ ഭാര്യ വൈജയന്തിയുടെ ചേട്ടൻ മല്ലയും കൂടിയാണ് റെഡ്ഡിയുടെ ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തിയിരുന്നത്. മറുഭാഗത്ത് ഗോവയിൽ തന്നെയുള്ള ഉപേന്ദ്രയെ കാണിക്കുന്നു. ഉപേന്ദ്രയ്ക്ക് ആകെ സ്വന്തമെന്ന് പറയാൻ അവന്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മയുടെ മരണശേഷം ഒരു ബാലിലിരിക്കുമ്പോഴാണ് തേജയും ആളുകളും ആ വഴി വരുന്നത്. ഒരു കൊലപാതകം നടത്തിയ ശേഷം പോലീസ് ചേസ് ചെയ്ത് വെപ്രാളത്തിൽ വണ്ടി ഓടിച്ചിരുന്ന തേജയുടെ കാറ് വഴി വെച്ച് ബ്രേക്ക് ഡൌൺ ആവുന്നു. പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ റോഡരിയിൽ കിടന്ന ഉപേന്ദ്രയുടെ വണ്ടിയും എടുത്ത് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ ഏതോ ചില ആളുകൾ തന്റെ വണ്ടിയുമായി പോകുന്നത് കണ്ട് ഉപേന്ദ്ര പിന്നാലെ ചെല്ലുന്നെങ്കിലും ഉപേന്ദ്രയെ ആക്രമിച്ച് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട് വഴിയോരത്ത് കിടന്ന ഉപേന്ദ്രയെ ഉണ്ണിമായ എന്നൊരു ഡോക്ടറാണ് രക്ഷിക്കുന്നത്. മറുഭാഗത്ത് തേജയും കൂട്ടാളികളും ഉപേന്ദ്രയുടെ വണ്ടിയും കൊണ്ട് വണ്ടി പൊളിച്ചു വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കാണിക്കുന്നു. തെളിവ് നശിപ്പിക്കാനായി പതിവ് പോലെ ഈ വണ്ടി ഇല്ലാതാക്കണമെന്ന് തേജ അയാളോട് പറയുന്നു. പക്ഷെ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന പേപ്പറിൽ നിന്ന് അത് ഉപേന്ദ്രയുടെ ആണെന്ന് അറിഞ്ഞതും അയാളാകെ പേടിച്ചു പോകുന്നു. കാരണം ഒരു നൊട്ടോറിയസ് ക്രിമിനലായ ഉപേന്ദ്രയെ ഉന്നതർക്ക് പോലും പേടിയായിരുന്നു. അയാൾ ഉടൻ തന്നെ ഇക്കാര്യം റെഡ്ഡിയെ വിളിച്ചറിയിക്കുന്നു. ഉപേന്ദ്ര തിരിച്ചു വന്ന തേജയുടെ ജീവൻ ആപത്താണെന്ന് മനസ്സിലായതും റെഡ്ഡി ചിലതൊക്കെ മനസ്സിലുറപ്പിക്കുന്നു. മറുഭാഗത്ത് മയക്കം വിട്ടെഴുന്നേൽക്കുന്ന ഉപേന്ദ്രയെ കാണിക്കുന്നു. കൺമുമ്പിൽ നിൽക്കുന്ന ഉണ്ണിമായ്ക്ക് നേരെ ആദ്യം തോക്കിയുണ്ടെന്നെങ്കിലും അവളാണ് തന്നെ രക്ഷിച്ചതെന്ന തിരിച്ചറിവിൽ അവൻ അവളെ വെറുതെ വിടുന്നു. ഉണ്ണിമായുടെ പരിചരണത്തിൽ ഒന്ന് റിക്കവറായി വന്ന സമയത്താണ് റെഡ്ഡി അയച്ച ഗുണ്ടകൾ ഉപേന്ദ്രയെ കൊല്ലാനായി അവിടേക്ക് വരുന്നത്. പക്ഷെ ഞൊടിയിടയിൽ തന്നെ ഉപേന്ദ്ര ആ ഗുണ്ടകളെയെല്ലാം ഇല്ലാതാക്കുന്നു. ശേഷം ഉപേന്ദ്ര നേരെ തേജയുടെ അടുത്തേക്കാണ് പോകുന്നത്. കാലിലുണ്ടായിരുന്ന എന്റെ അമ്മയുടെ ചിതാഭസ്മം എവിടെയെന്ന് ഉപേന്ദ്ര ചോദിക്കുമ്പോൾ തേജ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അടുത്ത നിമിഷം തന്നെ തേജയെ വെടിവെച്ച് വീഴ്ത്തി ഉപേന്ദ്ര ചിതാഭസ്മം അന്വേഷിച്ച് വീടിനുള്ളിലേക്ക് പോകുന്നു. ഒരു വശത്ത് ഉപേന്ദ്ര അവന്റെ അമ്മയുടെ ചിതാഭസ്മം കടലിൽ ഒഴുക്കിയ അതേസമയം തന്നെ റെഡ്ഡി തന്റെ മകന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു. സ്വയമേ കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് ഉപേന്ദ്രയ്ക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. പക്ഷെ തന്റെ മകനെ കൊന്നവനെ ജീവനോടെ വിടാൻ റെഡ്ഡിക്കും തന്റെ എല്ലാമായ സഹോദരിയുടെ ജീവിതം ഇരുട്ടിലാക്കിയവനെ വിടാൻ മല്ലിക്ക് മനസ്സുണ്ടായിരുന്നില്ല. ജയിലിനകത്ത് വെച്ചോ അല്ലാതെയോ ഉപേന്ദ്രയെ ഇല്ലാതാക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. മറുഭാഗത്ത് ഉപേന്ദ്രയുടെ കേസ് ഫയലിലൂടെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കാളിക്ക് താൻ വന്നു പെട്ടത് ശരിക്കും ഒരു കെണിയിലാണെന്ന് മനസ്സിലാവുന്നു. കാരണം കാളിയാണ് ജീവനോടെയുള്ളതെന്ന് മനസ്സിലായാൽ ഉപേന്ദ്രയെ കൊന്ന കുറ്റത്തിന് അവന് ജയിലിൽ പോകേണ്ടി വരും. മറിച്ച് ഉപേന്ദ്രയാണ് താനെന്ന് പറഞ്ഞാൽ തേജയെ കൊന്ന കേസ് ജീവപര്യന്തം അനുഭവിക്കുകയോ അല്ലെങ്കിൽ റെഡ്ഡിയുടെ ആളുകൾ ഇല്ലാതാക്കുകയോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് കാളിയും ആന്ധ്രയും കൂടെ ഉപേന്ദ്രയുടെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നത്. പക്ഷെ വീടിന് പുറത്തെത്തിയതും അകത്താരം ഉണ്ടെന്ന് മനസ്സിലാക്കി ആന്ധ്രയെ പുറത്തു നിർത്തി കാളി ഒറ്റയ്ക്കാണ് അകത്തേക്ക് കയറുന്നത്.
അല്പം ഭയത്തോടെ ചുറ്റും ഒന്ന് നോക്കിയതും ഉപേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ട് ഉണ്ണിമായ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നു. ഉപേന്ദ്രയെ സഹായിച്ചതിന്റെ പേരിൽ ഡോക്ടർ പതിവ് ബാൻ ചെയ്ത ഉണ്ണിമായുടെ ഫോട്ടോ ന്യൂസ് കട്ടിംഗ് കണ്ടിട്ടുള്ളതുകൊണ്ട് അധികം ആലോചിക്കാതെ തന്നെ കാളിക്ക് ആളെ പിടികിട്ടുന്നു. തന്റെ മുൻപിലുള്ളത് ഉപേന്ദ്രയാണെന്ന് കരുതി വളരെ സ്നേഹത്തോടെയാണ് ഉണ്ണിമായ കാളിയോട് സംസാരിക്കുന്നത്. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാളിയുടെ പേരുള്ള ഫേക്ക് പാസ്പോർട്ടും മറ്റു ഡോക്യുമെന്റ്സും ഉണ്ണിമായ കാളിക്ക് കൊടുക്കുന്നു. എന്നാൽ ഇത് കണ്ട് ആകെ കൺഫ്യൂസ് ആയി നിൽക്കുന്ന കാളിയോട് ഉപേന്ദ്രയാണെന്ന് കരുതി തങ്ങളുടെ പ്ലാൻ മുഴുവനും ഉണ്ണിമായ ആവേശത്തോട് പറയുന്നു. കാളിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവന്റെ പേരിൽ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കാൻ ഉപേന്ദ്ര ഉണ്ണിമായോട് പറഞ്ഞിരുന്നു. ഒരു സ്ലോ പോയിസൺ കൊടുത്ത് കാളിയെ ഇല്ലാതാക്കി അവന്റെ ഡെഡ് ബോഡിയും ഉപേന്ദ്രയുടെ പ്രോസ്തറ്റിക് ലെഗും റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കാനാണ് അവർ പ്ലാൻ ചെയ്തത്. ശേഷം കാളിയുടെ ഐഡന്റിറ്റിയിൽ ഉപേന്ദ്രയ്ക്കും അവന്റെ കൂടെ ഉണ്ണിമായ്ക്കും കൂടെ വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഫേക്ക് പാസ്പോർട്ട് ശരിയാക്കിയത്. ഒരു പക്ഷെ താൻ കൊന്നില്ലായിരുന്നെങ്കിൽ തന്നെ ബലിയാടാക്കി ഉപേന്ദ്രൻ രക്ഷപ്പെടുമായിരുന്നെന്ന് വെളിപ്പെടുത്തൽ കേട്ട് കാളിയാക്ക് ഷോക്കാവുന്നു. മാത്രമല്ല, നീ പറഞ്ഞ പോലെ നിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് മുഴുവൻ പണവും കാറിലാക്കി മദ്രാസിൽ ഒരു പ്രൈവറ്റ് പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ടെന്നും ഉണ്ണിമായ കാളിയോട് പറയുന്നു. നാളെ തന്നെ ആ കാറ് ബൈ റോഡ് നേപ്പാളിലേക്ക് പോകാമെന്നും അവിടുന്ന് ഫ്ലൈറ്റിൽ ടർക്കിയിലേക്ക് പോകാമെന്നും ഉണ്ണിമായ അവനോട് പറയുന്നു. ഉണ്ണിമായ പറയുന്നതൊക്കെ കേട്ട് കാളി എന്ത് ചെയ്യണമെന്നറിയാതെ മൗനം പാലിക്കുന്നെങ്കിലും അതെല്ലാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻ ആയിരിക്കുമെന്ന് കരുതി ഉണ്ണിമായ അതൊന്നും കാര്യമാക്കുന്നില്ല. ശേഷം ഉണ്ണിമായ ഫ്രഷ് ആകാൻ പോയ തക്ക നോക്കി കാളി വേഗം പുറത്തു നിൽക്കുന്ന ആന്ധ്രയുടെ അടുത്തേക്ക് പോകുന്നു. ഉണ്ണിമായിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ കാളി ആന്ധ്രയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിമായ ഫ്രഷ് ആയ ശേഷം അവിടേക്ക് വരുന്നത്. ആന്ധ്ര ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് കാളി മറുപടി പറയുന്നു. ആന്ധ്രയെ കണ്ടിട്ട് ഒരു ജോലിക്കാരിയെ പോലെ തോന്നുന്നില്ലെങ്കിലും പറയുന്നത് ഉപേന്ദ്ര ആയതുകൊണ്ട് ഉണ്ണിമായ അത് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഉരുളമ്പേട്ട ഇൻസ്പെക്ടർ ദുരവിയത്തെ കാണാൻ തേജയുടെ ഭാര്യ സഹോദരനായ മല്ലി വരുന്നതാണ് കാണിക്കുന്നത്. ഉപേന്ദ്രയുടെ ജീവൻ എടുക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് കുറച്ച് നോട്ട് കെട്ടുകൾ മല്ലി ദുരവിയത്തെ ഏൽപ്പിക്കുന്നു. മല്ലി പറഞ്ഞ ഡീലിന് ദുരവിയോ സമ്മതം അറിയിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ദുരവിയ ഉപേന്ദ്രയെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നു. ആദ്യമായി കണ്ട ദിവസം ഒന്നും അറിയാത്ത പോലെയുള്ള കാളിയുടെ പെരുമാറ്റം ഒരു കല്ലുകടിയായി ദുരവിയത്തിന് മനസ്സിലുണ്ടായിരുന്നു. ഒരു മുത്തശ്ശി മാത്രമുള്ള ആന്ധ്രയുടെ വീട്ടിലും ദുരവിയ അന്വേഷണത്തിനെത്തുന്നു. അവിടെ വെച്ച് ആന്ധ്രയും കാളിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ട് അതാരാണെന്ന് അയാൾ ആന്ധ്രയുടെ മുത്തശ്ശിയോട് ചോദിക്കുന്നു. പക്ഷെ കാളിയെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചു വന്ന ഉപേന്ദ്ര എന്ന് പേര് പറയണമെന്ന് ആന്ധ്ര ഓൾറെഡി മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാളിയുടെ ഫോട്ടോ കണ്ടതും അവൻ ആന്ധ്രയുടെ കാമുകനാണെന്നും പേര് ഉപേന്ദ്രയെന്നാണെന്നും ആ മുത്തശ്ശി ദുരവിയത്തോട് പറയുന്നു. എന്നിട്ട് സംശയം ബാക്കി നിൽക്കുന്നതിനാൽ ദുരവ്യ ആ ഫോട്ടോയും കൊണ്ട് അതെടുത്ത് സ്റ്റുഡിയോയിൽ പോയി അന്വേഷിക്കുന്നു. ഫോട്ടോ എടുക്കാൻ ഏൽപ്പിച്ചത് ആന്ധ്രയാണെന്നും 5 വർഷം മുമ്പെടുത്ത ഫോട്ടോയാണിതെന്നും സ്റ്റുഡിയോക്കാരൻ ദുരവ്യത്തോട് പറയുന്നു. ശേഷം ദുരവ്യം ഗോവ സെൻട്രൽ ജയിലിൽ വിളിച്ച് ഉപേന്ദ്രയെക്കുറിച്ച് അന്വേഷിക്കുന്നു. കഴിഞ്ഞ 6 വർഷങ്ങളായി ഉപേന്ദ്ര മർഡർ കേസ് ജയിലിലായിരുന്നെന്നും ഇപ്പോഴാണ് ആദ്യത്തെ പരോളിന് പുറത്തിറങ്ങിയെന്നും ജയിലർ പറയുമ്പോൾ ദുരവ്യത്തിന് വീണ്ടും സംശയം തോന്നുന്നു. ദുരവ്യം തന്നെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതൊക്കെ കാളിയെ അറിയുന്നുണ്ടായിരുന്നു. നമുക്കിതെല്ലാം അവസാനിപ്പിച്ച് എവിടേക്കെങ്കിലും രക്ഷപ്പെടാമെന്നും എവിടെയാണെങ്കിലും ഞാൻ നിന്നെ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാമെന്നും കാളി ആന്ധ്രയോട് പറയുന്നു. പക്ഷെ ഉപേന്ദ്രയുടെ പണം കൂടി എടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന് ആന്ധ്ര അവനോട് നിർബന്ധം പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഗസ്റ്റ് ഹൌസിലെ ലാൻഡ് ഫോണിലേക്ക് ദുരവ്യം കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഉണ്ണിമായി ആയിരുന്നു ആ കോൾ അറ്റൻഡ് ചെയ്തത്. ഉപേന്ദ്രയുടെ കാമുകി ആന്ധ്രി ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണെന്ന് ദുരവ്യ അവളോട് പറയുന്നു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആളും മാറിയതാണെന്ന് പറഞ്ഞ് ഉണ്ണിമായ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ ദുരവ്യം ഉണ്ണിമായുടെ ഫോണിൽ സംസാരിക്കുന്ന തക്കത്തിന് ആന്ധ്ര അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. മറുഭാഗത്ത് ദുരവ്യത്തിന്റെ കോളിനെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ണിമായ കാളിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊടുക്കുമ്പോഴാണ് കാളിയുടെ കയ്യിൽ ആന്ധ്ര എന്ന് പച്ച കുത്തിയതും അവന്റെ ഇരു കാൽപാദങ്ങളും ഉണ്ണിമായുടെ ശ്രദ്ധയപ്പെടുന്നത്. തന്റെ മുൻപിൽ ഇരിക്കുന്നത് കാളിയാണെന്നും അവൻ ഉപേന്ദ്രയെ കൊന്നു കാണുമെന്നുള്ള തിരിച്ചറിവിൽ ഉണ്ണിമായ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നു. സത്യങ്ങൾ ഉണ്ണിമായ മനസ്സിലാക്കിയെന്നറിയുമ്പോൾ കാളി അവളെ പിടിക്കാനായി അവളുടെ പിന്നാലെ പോകുന്നു. ഏറെ നേരത്തിനൊടുവിൽ കാളി ഒരുവിധം ഉണ്ണിമായുടെ തൊട്ടടുത്തെത്തുമ്പോഴാണ് ആരോ അവളെ വെടിവെച്ച് വീഴ്ത്തുന്നത്. അതിന്റെ ഞെട്ടലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുന്നേ കാളിക്കും വെടിയേൽക്കുന്നു. കാളി നോക്കുമ്പോഴേക്കും കയ്യിൽ തോക്കുമായി മല്ലിയും ആളുകളും അവിടേക്ക് വരുന്നു. വെടിയുണ്ടകൾ ഏറ്റെങ്കിലും മല്ലയോടും ഗുണ്ടകളോടും പൊരുതി റെയിൽവേ ട്രാക്കിൽ അപ്പുറത്തേക്ക് ചാടി കാളി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. തൊട്ടുപിറകെ ഒരു ട്രെയിൻ വന്നതുകൊണ്ട് മല്ലിക്കും ആളുകൾക്കും അവനെ മിസ്സാവുന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാളി കൃത്യ ആന്ധ്രയുടെ അടുത്തേക്കാണ് വരുന്നത്. ആന്ധ്ര അവന്റെ മുറിവുകൾ വെച്ച് കെട്ടിക്കൊടുക്കുന്നു. മറുഭാഗത്ത് സർജറിക്കായി അഡ്മിറ്റ് ചെയ്ത റെഡ്ഡിയുടെ അടുത്തേക്ക് തേജയുടെ ഭാര്യ വൈജയന്തി വരുന്നത് കാണിക്കുന്നു. ഉപേന്ദ്ര ഇത്തവണയെ രക്ഷപ്പെട്ടെന്ന് വൈജയന്തി പറയുമ്പോൾ ഉപേന്ദ്രയെ കിട്ടുന്നത് വരെ തന്റെ സർജറി മാറ്റിവെക്കാൻ റെഡ്ഡി ഡോക്ടറിനോട് പറയുന്നു. സത്യത്തിൽ കോടിക്കണക്കിന് പണം മുടക്കി ഉപേന്ദ്രയെ പരോളിനിറക്കിയത് തന്നെ റെഡ്ഡിയുടെ ബുദ്ധിയായിരുന്നു.
പരോള് ദിവസങ്ങൾ പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഉപേന്ദ്രയെ ഇല്ലാതാക്കണമെന്ന് റെഡ്ഡി മനസ്സിൽ ഉറപ്പിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാളിയും ആന്ധ്രയും കൂടെ ബീച്ചിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ ഒളിത്താവളത്തിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. എനിക്കിപ്പോ വല്ലാത്ത ഭയം തോന്നുന്നു. ഒരു പക്ഷെ നാളെ പണം എടുക്കാൻ കഴിഞ്ഞാലും നീ പിടിക്കപ്പെടുകയും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്താ എന്ത് ചെയ്യുമെന്ന് ആന്ധ്ര കാളിയോട് ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോളാനും എന്ത് സംഭവിച്ചാലും നീ സന്തോഷമായിട്ടിരിക്കണമെന്നും കാളി മറുപടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആന്ധ്രയും കാളിയും കൂടെ മദ്രാസിൽ ഉപേന്ദ്രയുടെ കാറ് പാർക്ക് ചെയ്തെടുത്ത് വരുന്നതാണ് കാണിക്കുന്നത്. ഉണ്ണിമായ പറഞ്ഞതുപോലെ കാറിൽ പണം ഇരിക്കുന്നത് കണ്ടതും ആന്ധ്രയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. പണമുള്ള ബാഗും എടുത്ത് തിരിയുമ്പോഴാണ് മല്ലിയും ഗുണ്ടകളും അവിടേക്ക് വരുന്നത്. ആദ്യം ഒന്ന് ഷോക്കാകുന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ കാളി അവരെ എല്ലാം ധൈര്യപൂർവ്വം നേരിടുന്നു. പക്ഷെ ഇതിനിടയിലാണ് ഗുണ്ടകളിൽ ഒരുത്തൻ ആന്ധ്രയെ കുത്തുന്നത്. അത് കണ്ടതും കാളിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ ഗുണ്ടകളെ ഒരുവിധം തല്ലി ഒതുക്കി കാളി ആന്ധ്രയും കൊണ്ട് കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഉപേന്ദ്രയുടെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ട് ആന്ധ്രയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയില്ലെന്ന് കാളിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആന്ധ്രയെ വണ്ടിയിലിരുത്തി ഒരു തൊപ്പി കൊണ്ട് മുഖം ചെറുതായി മറച്ച ശേഷം കാളി അവൾക്ക് മെഡിസിൻ വാങ്ങാൻ ഒരു മാളിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നു. പക്ഷെ കാളിയെ തിരിച്ചറിഞ്ഞ ഷോപ്പ് ഉടമ അവനറിയാതെ പോലീസിൽ ഇൻഫോം ചെയ്യുന്നു. കാളി മരുന്ന് വാങ്ങിച്ചു പുറത്തേക്ക് ഇറങ്ങിയതും ദുരവിയും കുറച്ച് പോലീസുകാരും കൂടെ അവിടേക്ക് വരുന്നു. ദുരവിയും കാളിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നെങ്കിലും നിമിഷ നേരം കൊണ്ട് കാളി ആ തോക്ക് പല ഭാഗങ്ങളാക്കുന്നു. ശേഷം ആ പോലീസുകാരെ അടിച്ചു തോൽപ്പിച്ച് അവൻ പുറത്തേക്ക് രക്ഷപ്പെടുന്നു. പക്ഷെ പുറത്തെവിടെയും തങ്ങൾ വന്ന വണ്ടി കാണാത്തതുകൊണ്ട് പാർക്കിങ്ങിലെ ലേഡിയോട് അവൻ ആന്ധ്രയെ കുറിച്ച് അന്വേഷിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്നയാള് അല്പം മുന്നേ കാറുമായിട്ട് ഇവിടെ നിന്ന് പോയെന്നും പോകുന്നതിന് മുന്നേ ഇത് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു കത്ത് ആ ലേഡി കാളിയെ ഏൽപ്പിക്കുന്നു. നിന്റെ കൂടെ ഇന്ന എന്റെ ജീവനൂടെ ആപത്താവുമെന്നും അതുകൊണ്ട് ഞാൻ ഈ പണമായി രക്ഷപ്പെടുകയാണെന്നും എന്നെ അന്വേഷിച്ചു വരരുതെന്നുമായിരുന്നു ആന്ധ്ര ആ കത്തിൽ എഴുതിയിരുന്നത്. അത് വായിച്ചതും കാളിയാകെ തകർന്നു പോകുന്നു. ആർക്കു വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? അയാൾ തന്നെ ചതിച്ചത് കാളിക്ക് താങ്ങാനാവുന്നില്ല. മറുഭാഗത്ത് കാളിയുടെ വിരലടയാളമുള്ള തോക്ക് ഫോറൻസിക്കിൽ അയച്ച് ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യാൻ ദുരവ്യം കൂടെയുള്ള പോലീസുകാരനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആന്ധ്ര ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് അവളുടെ കൂട്ടുകാരെ കോൾ ചെയ്യുന്നത് കാണിക്കുന്നു. വിളിച്ചത് ആന്ധ്രയാണെന്ന് മനസ്സിലായതും നീ ഇത് എവിടെയാണെന്ന് ചോദിച്ച് കൂട്ടുകാരി അവളെ വഴക്കു പറയുന്നു. നിന്റെ മുത്തശ്ശി 2 ദിവസം മുന്നേ മരിച്ചെന്നും ഇപ്പൊ മോർച്ചറി വെച്ചിരിക്കുകയാണെന്നും കൂട്ടുകാരി ആന്ധ്രയോട് പറയുന്നു. നാളെ കൂടെ നീ വന്നില്ലെങ്കിൽ അവര് നിന്നെ അടക്കം ചെയ്യുമെന്ന് കൂട്ടുകാരി പറയുമ്പോഴേക്കും മറുപടി ഒന്നും പറയാതെ ആന്ധ്ര താൻ വന്ന ടാക്സിക്കരിയിലേക്ക് പോകുന്നു. പക്ഷെ കാറിനുള്ളിൽ തന്നെയും കാത്തിരിക്കുന്ന ദുരവ്യത്തെ കണ്ടതും അവളാകെ പേടിച്ചു പോകുന്നു. നെക്സ്റ്റ് സീനിൽ കാളിയെ ആന്ധ്രയെയും റെഡ്ഡിയുടെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. കൂടെ തന്നെ ദുരവ്യവും മല്യവും ഉണ്ടായിരുന്നു. ഉപേന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനെ ഞാൻ കൊന്നെന്ന് കാളി മറുപടി പറയുന്നു. പക്ഷെ കാളിയെ പോലൊരു സാധാരണക്കാരൻ ഉപേന്ദ്രയെ പോലൊരു കൊടും കുറ്റവാളിയെ കൊന്നുവെന്ന് അവരാരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഉപേന്ദ്രയെ കൊന്ന് ക്രോക്കഡൈൽ പാർക്കിൽ ഇട്ട കാര്യം തന്നെ കാളി ആവർത്തിച്ച് പറയുന്നു. ഒടുവിൽ അവൻ പറഞ്ഞതിൽ അല്പമെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ദുരവ്യത്തിനെ കാളിക്ക് കാവല് നിർത്തി ആന്ധ്രയും കൊണ്ട് റെഡ്ഡിയും ഗ്യാങ്ങും ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകുന്നു. മറുഭാഗത്ത് കാളിക്ക് കാവലിരിക്കുന്ന ദുരവ്യത്തിന് ഡൽഹി ഇന്റലിജൻസ് ഹെഡ് ഗിരീഷ് ഗംഗാധരൻ കോൾ ചെയ്യുന്നു. നിങ്ങൾ അയച്ച ഫിംഗർ പ്രിന്റ് ഇന്റർപോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ ബ്രൂണോ എന്ന കൊടും കുറ്റവാളിയുടേതാണെന്ന് ഗിരീഷ് ദുരവ്യത്തോട് പറയുന്നു. കാസ നോസ്ട്രോ എന്ന വെപ്പൺ ഡീലിംഗ് സിൻഡിക്കേറ്റിന്റെ തലവനാണ് ബ്രൂണോ എന്നും കുറച്ചു നാളുകൾക്ക് മുമ്പ് യുഎസിൽ വെച്ചുണ്ടായ ഒരു ആക്രമണത്തിൽ ബ്രൂണോ ഒഴികെയുള്ള സകലരെയും ഇന്റർപോൾ പിടികൂടിയെന്നും ഗിരീഷ് ദുരവ്യത്തോട് പറയുന്നു. അവരുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തെങ്കിലും ബ്രൂണോ എവിടെയാണെന്ന് മാത്രം യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോ അയച്ച ഫിംഗർ പ്രിന്റ് ബ്രൂണോയുടേതാണെന്നും എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് ഫോഴ്സിനെ അയക്കാമെന്നും ഗിരീഷ് പറയുമ്പോൾ ദുരവ്യ അതൊന്നും വിശ്വസിക്കാനാവാതെ ആകെ തറഞ്ഞു നിൽക്കുന്നു. ശേഷം കോള് കട്ട് ചെയ്ത് കാളിയെ പൂട്ടിയിട്ടിരുന്നിടത്തേക്ക് നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. കാളി എവിടെയെന്ന് ചുറ്റും നോക്കുമ്പോഴേക്കും കയ്യിൽ ഒരു ആയുധവുമായി അവൻ ദുരവ്യത്തിന് തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന സകലരെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി ഒടുവിൽ ദുരവ്യത്തെയും കൊലപ്പെടുത്തി കാളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. മറുഭാഗത്ത് ക്രോക്കഡൈൽ പാർക്കാണ് കാണിക്കുന്നത്. ഏറെ നേരം അന്വേഷിച്ചിട്ടും ഉപേന്ദ്രയുടെ ചെറിയൊരു എല്ലും കഷ്ണം പോലും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. ഇനി ഇവിടെ തിരയുന്നത് മണ്ടത്തരമാണെന്നും ഈ മുതലക്കൂട്ടങ്ങൾ തിന്നതിന്റെ ബാക്കി മിച്ചമൊന്നും ഉണ്ടാവില്ലെന്നും ലോക്കൽ ആളുകൾ അവരോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ആന്ധ്രയെയും മുതലകൾക്ക് ഇട്ടുകൊടുക്കാൻ പറഞ്ഞ് റെഡ്ഡി എവിടെയെന്ന് പോകാൻ ഒരുങ്ങുന്നു. പക്ഷെ അപ്പോഴാണ് റെഡ്ഡിയുടെ ഗുണ്ടകൾ ഓരോരുത്തരായി വെടിയേറ്റ് നിലത്ത് വീഴുന്നത്. ആരാണ് ആക്രമിക്കുന്നതെന്നറിയാൻ നോക്കിയതും ആയുധവുമായി വരുന്ന കാളിയെ കണ്ട് അവരാകെ ഷോക്കാവുന്നു. ശേഷം റെഡ്ഡിയുടെ ആളുകൾക്ക് ആലോചിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ അവരെ ഓരോരുത്തരെയായി കാളി ഇല്ലാതാക്കുന്നു. ഏറ്റവും ഒടുവിലായി റെഡ്ഡിയെ മല്ലയും കൂടി ഇല്ലാതാക്കി കാളി ആന്ധ്രയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഉപേന്ദ്രയുടെ ബാഗ് അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നിനക്ക് ഇതാണോ അതോ എന്നെയാണോ വേണ്ടതെന്ന് കാളി ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ മതിയെന്ന് ആന്ധ്ര മറുപടി പറയുന്നു.
ഇത് കേട്ടതും കാളി ആ നോട്ടുകെട്ടുകൾ ഓരോന്നായി തീ വയ്ക്കാൻ തുടങ്ങുന്നു. എന്നാൽ അത് കണ്ടതും ആന്ത്രി അവനെ തടയുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പണത്തോടുള്ള ആന്ത്രിയുടെ ആർത്തി മാറിയിട്ടില്ലെന്ന് മനസ്സിലായതും കാളിക്ക് അവളോട് പുച്ഛം തോന്നുന്നു. ശേഷം ആ പണം അവിടെ തന്നെ ഉപേക്ഷിച്ച് കാളി അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ പ്രസന്റിൽ മൂവിയുടെ തുടക്കം കാണിച്ച ഗുണ്ടകൾ കാളിയുടെ താമസ സ്ഥലത്തേക്ക് വരുന്നത് കാണിക്കുന്നു. അവരെയും പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് അവരുടെ ദേഹത്തേക്ക് ബുള്ളറ്റുകൾ പായിച്ച് കാളി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പുതിയൊരു സങ്കേതം തേടിയുള്ള യാത്രയിൽ വഴിയിൽ കണ്ടൊരു വണ്ടിക്ക് കാളി കൈ കാണിക്കുന്നു. കാളിയെ കണ്ട് വണ്ടി നിർത്തിയതും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വൈജയന്തിയെ നമുക്ക് കാണിച്ചു തരുന്നു. കാളിയെ കണ്ട് വൈജയന്തി ഒരു പിസ്റ്റൾ എടുത്ത് സാരിക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്നു. കാളിയേയും കയറ്റി ആ വണ്ടി അല്പം മുന്നോട്ട് പോയതും വണ്ടി നിയന്ത്രണം തെറ്റുന്നതും ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുന്ന ശബ്ദവും നമുക്ക് കേൾപ്പിച്ചു തരുന്നു. ശത്രുക്കളെ പലരെ ഇല്ലാതാക്കിയെങ്കിലും ഉപേന്ദ്രയുടെയും ബ്രൂണോ എന്ന കാളിയുടെയും ശത്രുക്കൾ ഇനിയും കാളിയെ പിന്തുടരുമെന്ന് കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.